Dear students, derivative of complex functions. Definition of a derivative. The derivative of a complex function is defined in terms of a limit. And suppose that the complex function f is defined in a neighborhood of z0, then the derivative of f at z0 is f dash of z0 equal to limit delta z tends to 0 f of z0 plus delta z minus f of z0 divided by delta z, provided this limit exists. That is, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ലിമിറ്റിൻ്റെ ടേമിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് കാണാനുള്ള ഇക്വേഷൻ ഒരു പോയിന്റിലാണ്, നമ്മൾ കണ്ടിന്യൂറ്റി ഒക്കെ പറയുന്നത് പോലെ അറ്റേ പോയിന്റിലാണ് ഡിഫറൻഷ്യബിലിറ്റിയും പറയാം. അപ്പോൾ z0 എന്നുള്ള പോയിന്റിൽ എഫ് ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ, അല്ലെങ്കിൽ എഫിന് ഡെറിവേറ്റീവ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മളതിനെ എഫ് ഡാഷ് ഓഫ് z0 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ്സ് ഈക്വൽ ടു ലിമിറ്റിൻ്റെ ടേമിൽ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് എന്നുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ലിമിറ്റിൻ്റെ വാല്യൂ ആണ് എഫിൻ്റെ z0 എന്നുള്ള പോയിന്റിലെ ഡെറിവേറ്റീവ്. ആൻഡ് വി റൈറ്റ് ഇറ്റ് ആസ് ഇഫ് w ഈക്വൽ ടു എഫ് ഓഫ് z ആണെങ്കിൽ ഡി ഡബ്ല്യു ബൈ ഡി സെഡിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ആൾസോ യു ഹിയർ അബൌട്ട് ദ റിസൾട്ട്. ഇഫ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ, എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എംപ്ലൈസ് എഫ് ഈസ് കണ്ടിന്യൂസ്. അതായത് എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. കോൺവേഴ്സ് ട്രൂ അല്ല. എഫ് കണ്ടിന്യൂസ് ആണ് എന്ന് വെച്ച് ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. പക്ഷേ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസും ആയിരിക്കും. ആൻഡ് ആൾസോ വി ഹാവ് അനദർ ഡെഫിനിഷൻ ഫോർ ഡെറിവേറ്റീവ്, ദറ്റ് ഈസ് ഡെറിവേറ്റീവ് അറ്റ് z0 എഫ് ഡാഷ് ഓഫ് z0 ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു z0 എഫ് ഓഫ് z മൈനസ് എഫ് ഓഫ് z0 ഡിവൈഡഡ് ബൈ z മൈനസ് z0. ഇങ്ങനെ ഒരു ഡെഫിനിഷനും കൂടെ ലിമിറ്റ് വെച്ചിട്ട് ഡെറിവേറ്റീവിനുണ്ട്. ഡെറിവേറ്റീവ് ഓഫ് എഫ് അറ്റ് z0. അപ്പോൾ ഏത് പോയിന്റിലാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ പോയിന്റിനനുസരിച്ച് ഏത് ഇക്വേഷനാണോ എളുപ്പം, ഏത് ലിമിറ്റ് കാണുന്നതാണോ കൂടുതൽ ഈസി, അത് വെച്ചിട്ട് നമുക്ക് ഏത് ഡെഫിനിഷൻ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ആൻഡ് ആൾസോ വി ഹാവ് സം rules. There exist some rules related to these derivatives. The rules are, first we have constant rules, that is d by dz of a constant c equal to 0. Derivative of a constant means that's equal to 0. Then next, d by dz of c into f of z equal to c into derivative of f. അതുപോലെ സം റൂൾ ഉണ്ട്. എഫും ജിയും രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് പ്ലസ് ജി മീൻസ് എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ്. ഇതുപോലെ തന്നെ മൈനസിനുണ്ട്. പ്രോഡക്റ്റ് റൂൾ ഉണ്ട്. ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതുപോലെ കോഷ്യൻ റൂള് എഫ് ബൈ ജിയുടെ ഡെറിവേറ്റീവ് ജി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഇൻറ്റു ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ഓഫ് സെഡ് ഹോൾ സ്ക്വയർ. ചെയിൻ റൂൾ ഉണ്ട്. അതായത് ഒരു കോമ്പോസിഷൻ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി സെഡ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് സെഡ് ഈക്വൽ ടു, ആദ്യം എഫിൻ്റെ ഡെറിവേറ്റീവ് കാണും, എഫ് ഡാഷ് ഓഫ് ജി ഓഫ് സെഡ് ഇൻറ്റു ജിയുടെ ഡെറിവേറ്റീവ് ജി ഡാഷ് ഓഫ് സെഡ്. അതുപോലെ ഒരു കോമൺ റിസൾട്ടാണ് അറിയുന്നത്, ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് റൈസ് ടു എൻ മീൻസ് എൻ ഇൻറ്റു സെഡ് റൈസ് ടു എൻ മൈനസ് 1 വേർ എൻ ഈസ് എൻ ഇൻറ്റിജർ. ഇതെല്ലാം റിയലിൻ്റെ കേസിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് പഠിക്കുന്ന സാധാരണ റിസൾട്ടാണ്. ഇതെല്ലാം കോംപ്ലക്സ് ഫംഗ്ഷനും ട്രൂ ആണ്. ഈ റിസൾട്ടെല്ലാം അപ്ലിക്കബിൾ ആണ്. നൗ വി ഹാവ് സർട്ടൻ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദിസ് ഡെഫിനിഷൻ ഓഫ് derivatives using limit. First question, show that f of z equal to z raised to n where n is an integer and n greater than or equal to 1. 1 2 3 4 അങ്ങനെയുള്ള ഒരു ഇൻറ്റിജർ ആണ് n, ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ z. എല്ലാ zനും
f of z in the derivative exist where f of z equal to z raised to n. So we have f of z equal to z raised to n. Then നമുക്ക് ഡെറിവേറ്റീവ് കാണണം. f dash of z കാണണമെങ്കിൽ നമ്മൾ കാണേണ്ടത് ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 f ഓഫ് z പ്ലസ് ഡെൽറ്റ z മൈനസ് f ഓഫ് z ഡിവൈഡ് ബൈ ഡെൽറ്റ z ആണ്. വേർ z എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. ഡെൽറ്റ z എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആണ്. നൗ നമുക്ക് ആ ന്യൂമറേറ്റർ കണ്ടു നോക്കാം. എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ്. സോ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് റൈസ് ടു എൻ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഓൾ റൈസ് ടു എൻ മൈനസ് സെഡ് റൈസ് ടു എൻ ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ്. ഇനി എ പ്ലസ് ബി ഓൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞിട്ട് ബൈനോമിയൽ ഇക്വേഷൻ ഉണ്ട്. ഇതിൻ്റെ എക്സ്പാൻഷൻ a raised to n plus nc1 കോമ്പിനേഷൻ ആണ്. a raised to n minus 1 into b plus nc2 a raised to n minus 2 into b സ്ക്വയർ പ്ലസ് 2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. പ്ലസ് എക്സെട്ര പ്ലസ് b raised to n ആണ്. അത് ഉപയോഗിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് z raised to n plus nc1 z raised to n minus 1 into delta z plus nc2 z raised to n minus 2 into delta z whole square plus etc plus delta z whole raised to n. ഇനി ലാസ്റ്റ് ഒരു z raised to n ഉണ്ട് മൈനസ് z raised to n whole divided by delta z. അപ്പോൾ ഈ z raised to n ഉം z raised to n ഉം ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി ഓരോ ടേമിനും ഡെൽറ്റ z കൊണ്ട് ഡിവൈഡ് ചെയ്താൽ nc1 z raised to n minus 1 delta z by delta z plus nc2 z raised to n minus 2 delta z whole square divided by delta z plus etc plus last term delta z whole raised to n divided by delta z. ഇനി ഓരോ ഡെൽറ്റ z എല്ലാത്തിലും ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് nc1 z raised to n minus 1 ഡെൽറ്റ z ക്യാൻസൽ ചെയ്തു പോകുന്നുണ്ടാവും. nc2 z raised to n minus 2 ഒരു ഡെൽറ്റ z ഉണ്ടാവും പ്ലസ് nc3 z raised to n minus 3 ഡെൽറ്റ z ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ z ഹോൾ റൈസ് ടു n നിന്ന് ഒരെണ്ണം ക്യാൻസൽ ചെയ്ത് പോയാൽ n മൈനസ് 1 വരും. ഇനി നമ്മൾ രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z ഡിവൈഡ് ബൈ ഡെൽറ്റ z ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 ഈ ബ്രാക്കറ്റിന് ലിമിറ്റ് കൊടുക്കുക. സോ ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡെൽറ്റ സെഡിന് 0 എന്നുള്ള ലിമിറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടേം 0 ആയി പോകും കാരണം അതിൽ ഡെൽറ്റ z ഉണ്ട്. ബാക്കി എല്ലാ ടേമിലും ഡെൽറ്റ z ഉണ്ട്. ഫസ്റ്റ് ടേമിൽ മാത്രം ഡെൽറ്റ z ഇല്ല. അപ്പോൾ ആ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് ഈക്വൽ ടു nc1 z റൈസ് ടു n മൈനസ് 1. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ്. സോ സെഡിലാണ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു nc1 z റൈസ് ടു n മൈനസ് 1. nc1 എന്ന് പറഞ്ഞാൽ n ആണ്. z റൈസ് ടു n മൈനസ് 1 ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ്. എല്ലാ സെഡിനും ഇത് എക്സിസ്റ്റ് ചെയ്യും. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ഫോർ എവറി സെഡ്. Therefore f of z is differentiable for all z and the derivative f dash of z equal to n into z raised to n minus 1. Then now next we have another question, that is show that f of z equal to 1 by z is differentiable for all z not equal to 0. z നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴെല്ലാം അത് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് 1 ബൈ സെഡിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ ആണ് കിട്ടുക. ബൈ ഡെഫിനിഷൻ അത് പ്രൂവ് ചെയ്യാൻ നോക്കാം. സോ ഗിവൺ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ സെഡ്. സോ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു 1 ബൈ z plus delta z minus 1 by z divided by delta z. Then ഇവിടെ cross multiply ചെയ്താൽ we get z minus of z plus delta z divided by z into delta z.
z into z plus delta z whole divided by delta z. That's equal to, ഇവിടെ ഒരു z ക്യാൻസൽ ചെയ്തു, മൈനസ് ഡെൽറ്റ z ഉണ്ടാവും, മൈനസ് ഡെൽറ്റ z ഡിവൈഡ് ബൈ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z സ്ക്വയർ പ്ലസ് z ഇൻറ്റു ഡെൽറ്റ z വരും, ഹോൾ ഡിവൈഡ് ബൈ ഡെൽറ്റ z. ദാറ്റ്സ് ഈക്വൽ ടു ഡെൽറ്റ സെഡിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. സോ മൈനസ് ഡെൽറ്റ സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ഡെൽറ്റ സെഡ്. ഡെൽറ്റ സെഡ് ക്യാൻസൽ ചെയ്തു പോകും, ബാക്കി മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ഇൻറ്റു ഡെൽറ്റ സെഡ്. ഇനി രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുക്കുക. സോ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0, എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0, റൈറ്റ് സൈഡിൽ മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ഇൻറ്റു ഡെൽറ്റ സെഡ്. അപ്പോൾ ഡെൽറ്റ സെഡിന് 0 എന്നുള്ള ലിമിറ്റ് കൊടുക്കണം. അപ്പോൾ മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ഇൻറ്റു 0 ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ. ഈ മൈനസ് 1 ബൈ സെഡ് സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ് സെഡ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു സെഡ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴൊക്കെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ, എഫ് ഓഫ് സെഡ് ഈക്വൽ ടു 1 ബൈ സെഡ് ഈസ് ഡിഫറൻഷ്യബിൾ for every z not equal to 0, and its derivative is given by f dash of z equal to minus 1 by z square. That is the proof. Now next we have another problem. Show that f of z equal to z bar is nowhere differentiable. Nowhere differentiable means എവിടെയും ഡിഫറൻഷ്യബിൾ അല്ല. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബാർ എന്ന ഫങ്ഷൻ ഒരു പോയിന്റിലും ഒരു സെഡിലും ഡിഫറൻഷ്യബിൾ അല്ല, അതിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് കാണിക്കണം. സോ നമ്മൾ പറഞ്ഞു ഡെറിവേറ്റീവ് ലിമിറ്റിൻ്റെ ടേമിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ നമ്മൾ ചെയ്തിരുന്നത് രണ്ട് പാത്ത് എടുക്കും, രണ്ടിലും വ്യത്യസ്ത വാല്യൂ കിട്ടിയാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് കാണിക്കാനും നമ്മൾ ചെയ്യുന്നത്. രണ്ട് പാത്ത് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്നാണ് നമ്മൾ കൊടുക്കുന്നത് ഡെറിവേറ്റീവിൽ. അതിന് രണ്ട് പാത്ത് നമ്മളെടുക്കും, ഒന്ന് എക്സ് ആക്സിസും ഒന്ന് വൈ ആക്സിസും. രണ്ടിലും വേറെ വേറെ വാല്യൂ കിട്ടുമ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ലിമിറ്റിൻ്റെ ടേമിലാണ് ഡിഫൈൻ ചെയ്യുക. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഹിയർ വി ടേക്ക് സെഡ് ഈക്വൽ ടു x plus i y. അപ്പോൾ ഡെൽറ്റ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഇനി സെഡ് ബാർ നമുക്കറിയാം എക്സ് മൈനസ് ഐ വൈ ആണ്, അതുകൊണ്ട് ഡെൽറ്റ സെഡ് ബാർ എന്തായിരിക്കും? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ആയിരിക്കും. ഇനി ഫങ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബാർ ആണ്. സോ നമുക്ക് ആ ലിമിറ്റിൻ്റെ ആ ഫോം ഒന്ന് കണ്ടു നോക്കാം. എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ്. ഇതിൻ്റെ ലിമിറ്റാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് സെഡ് സെഡ് ബാർ ആണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ ബാർ മൈനസ് സെഡ് ബാർ ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ്. ഇനി എ പ്ലസ് ബി ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എ ബാർ പ്ലസ് ബി ബാർ ആണ്. അപ്പോൾ സെഡ് ബാർ പ്ലസ് ഡെൽറ്റ സെഡ് ബാർ minus z bar divided by delta z. Z bars and z bar are cancelled. We get delta z bar divided by delta z. ഇനി ഇതിനെ എക്സിൻ്റെയും വൈൻ്റെയും ഫോമിലേക്ക് ആക്കിയാൽ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഡെൽറ്റ സെഡ് ബാർ മീൻസ് ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. സോ ലെഫ്റ്റ് സൈഡിലുള്ളത് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ്. ഇനി നമ്മൾ രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുക്കും. അപ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ആണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വി ടേക്ക് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അലോങ് എക്സ് ആക്സിസ് അല്ലെങ്കിൽ റിയൽ ആക്സിസ്. എക്സ് ആക്സിസ് വഴി
സീറോയിലേക്ക് പോകും. ദാറ്റ് ഈസ് എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ y 0 ആണ്. y 0 മീൻസ് ഇവിടെ നമ്മൾ ഡെൽറ്റ എക്സ് സെഡ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ y 0 ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഈ ഫോമിൽ എടുക്കും. സോ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു ലിമിറ്റ് y 0 ആക്കി ഡെൽറ്റ y 0 ആക്കി അതായത് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ടെൻസ് ടു 0 0 എന്നാണ് മീനിങ്. എക്സിലും വൈയിലും എഴുതുമ്പോൾ അതിലെ ഡെൽറ്റ വൈനെ നമ്മൾ 0 ആയിട്ട് ഫിക്സ് ചെയ്തു. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ എടുത്തത്. എക്സ് ആക്സിസ് ആയതുകൊണ്ട് ഡെൽറ്റ വൈ 0 ആയിരിക്കും, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. റൈറ്റ് സൈഡിൽ നമുക്കുള്ളത് ഈ ടേമാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. സോ ഡെൽറ്റ വൈക്ക് 0 കൊടുക്കുക. അപ്പോൾ ഈ ടേമും പോവും, ഈ ടേമും പോവും. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്നാണുള്ളത്. അപ്പോൾ ഡെൽറ്റ വൈ 0 കൊടുത്തു. അപ്പോൾ ഇനി അത് എഴുതണ്ട. ഇനി ബാക്കിയുള്ള ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. സോ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 1 ഈക്വൽ ടു 1 itself. സോ ഫസ്റ്റ് കേസിൽ ലിമിറ്റ് കൊടുത്തപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് കേസ് കൊടുക്കുക. ദാറ്റ് ഈസ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അലോങ് വൈ ആക്സിസ്. നേരത്തെ എക്സ് ആക്സിസ് ആണ് കൊടുത്തത്, അല്ലെങ്കിൽ വൈ ആക്സിസ് അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസ് എന്ന് പറയും. വൈ ആക്സിസ് ആയതുകൊണ്ട് എക്സിൻ്റെ ടേമുകൾ 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ഡെൽറ്റ വൈ ടെൻസ് ടു 0. സോ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു ലിമിറ്റ് നമ്മൾ കൊടുത്തത് ഡെൽറ്റ എക്സ് 0 ആണ്, ഡെൽറ്റ വൈ ടെൻസ് ടു 0. റൈറ്റ് സൈഡിലുള്ളത് ഡെൽറ്റ എക്സ് മൈനസ് ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. സോ ഫസ്റ്റ് ഡെൽറ്റ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് ടേം പോവും. അപ്പോൾ മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഐ ഡെൽറ്റ വൈ. ലിമിറ്റ് എക്സ് 0 കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള ലിമിറ്റ് ഇനി ഐ ഡെൽറ്റ വൈയും ക്യാൻസൽ ചെയ്തു പോവും. സോ വി ഗെറ്റ് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 മൈനസ് 1 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 1. സോ ഫസ്റ്റ് കേസിൽ ഒരു പാത്തിലൂടെ കൊടുത്തപ്പോൾ അലോങ് എക്സ് ആക്സിസ് 1 ആണ് കിട്ടിയത്. രണ്ടാമത്തെ കേസിൽ അലോങ് വൈ ആക്സിസിൽ മൈനസ് 1 ആണ് കിട്ടിയത്. സോ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്നുള്ള ലിമിറ്റ് രണ്ട് ഡിഫറൻറ്റ് പാത്തിൽ ഡിഫറൻറ്റ് ലിമിറ്റാണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് എന്നുള്ള ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബാർ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എനി പോയിൻ്റ്. ഒരു പോയിന്റിലും ഡിഫറൻഷ്യബിൾ അല്ല. കാരണം 1ഉം ഏതെങ്കിലും പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഈ 1ഉം മൈനസ് 1ഉം എവിടെയെങ്കിലും ഈക്വൽ ആണ്. പക്ഷേ 1ഉം മൈനസ് 1ഉം ഏത് പോയിന്റ് എടുത്താലും 1 നോട്ട് ഈക്വൽ ടു മൈനസ് 1. സോ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്നുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ്റെ. ദാറ്റ് മീൻസ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബാർ ഈസ് നോവെർ ഡിഫറൻഷ്യബിൾ. ഒരിടത്തും അത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഓൾസോ വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് 4iy. This is the function x plus 4iy is nowhere differentiable. Show that f of z equal to x plus 4iy is nowhere differentiable എന്ന് കാണിക്കണം. അപ്പോൾ ഇതും രണ്ട് പാത്ത് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ എഫ് ഓഫ് സെഡ് ഒക്കെ സെഡിൻ്റെ ടേമിലാണ് തന്നിരുന്നത്.
പക്ഷേ ഇവിടെ എക്സിൻ്റെയും വൈൻ്റെയും ടേമിലാണ്. സോ നമ്മൾ മാറ്റി എഴുതുമ്പോൾ വി ഹാവ് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. അപ്പോൾ z പ്ലസ് ഡെൽറ്റ സെഡ് എന്താ വരിക? എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ. ഇനി അതിൻ്റെ റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതാം, ഇമാജിനറി പാർട്ട് ഒരുമിച്ച് എഴുതാം. അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ. അപ്പോൾ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും വൈയുടെ സ്ഥാനത്ത് വൈ പ്ലസ് ഡെൽറ്റ വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ലിമിറ്റ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് എന്നുള്ളതിൻ്റെ ലിമിറ്റാണ്. ദറ്റ് ഈസ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് തന്നിട്ടുള്ളത് എക്സ് പ്ലസ് 4iy. അപ്പോൾ എക്സിന് കൊടുക്കേണ്ടത് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് കൊടുക്കുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത്, അതായത് ഇവിടെ റിയൽ പാർട്ടാണ് എക്സ്, അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് കൊടുക്കുക. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 4 ഇൻറ്റു ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 4iy ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡിന് പകരം ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് കൊടുക്കാം. അപ്പോൾ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ വി ഗെറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് 4iy പ്ലസ് 4i ഡെൽറ്റ വൈ മൈനസ് എക്സ് മൈനസ് 4iy ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. സോ എക്സ് ആൻഡ് എക്സ് ക്യാൻസൽ, 4iy cancelled. So we get delta x plus 4i delta y divided by delta x plus i delta y എന്ന് കിട്ടും. ഇനി നേരത്തെ പോലെ രണ്ട് പാത്തിൽ നമ്മൾ ലിമിറ്റ് കൊടുക്കുക രണ്ട് സൈഡിലും. ഫസ്റ്റ് അലോങ് റിയൽ ആക്സിസ് എക്സ് ആക്സിസ്, ദറ്റ് ഈസ് എക്സ് ആക്സിസ് ആകുമ്പോൾ ഡെൽറ്റ വൈ 0 ആണ്, ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണ്. സോ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 f of z plus delta z minus f of z divided by delta z equal to limit delta y equal to 0 ആണ്, delta x tends to 0. ലിമിറ്റ് കൊടുക്കേണ്ട റൈറ്റ് സൈഡിൽ ഇതാണ് ഡെൽറ്റ എക്സ് പ്ലസ് 4i ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. അപ്പോൾ ഡെൽറ്റ വൈക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം പോവും, ഈ ടേം പോവും. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്നുണ്ടാവും, ദറ്റ് ഈസ് 1. ലിമിറ്റ് കൊടുത്താലും 1 എന്ന് കിട്ടും. ഇനി സെക്കൻഡ് പാത്താണ് അലോങ് വൈ ആക്സിസ്, ദറ്റ് ഈസ് വൈ ആക്സിസ് ആകുമ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ആണ്, ഡെൽറ്റ വൈ ടെൻസ് ടു 0. therefore ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെഡ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ഡെൽറ്റ വൈ ടെൻസ് ടു 0 delta x plus 4i delta y divided by delta x plus i delta y. delta x equal to 0 കൊടുക്കണം. അപ്പോൾ ഈ ടേം പോവും, ഈ ടേം പോവും, ബാക്കി ഉണ്ടാവുക ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 4i ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഐ ഡെൽറ്റ വൈ. ഐ ഡെൽറ്റ വൈ ആൻഡ് ഐ ഡെൽറ്റ വൈ ക്യാൻസൽഡ്, വി ഗെറ്റ് 4. ദാറ്റ് ഈസ് എക്സ് ആക്സിസ് കൊടുത്തപ്പോൾ 1 ആണ് കിട്ടിയത്, വൈ ആക്സിസ് എന്നുള്ള പാത്ത് കൊടുത്തപ്പോൾ 4 കിട്ടി. ദാറ്റ് ഈസ് അലോങ് 2 ഡിഫറെൻറ്റ് പാസ് വി ഗെറ്റ് 2 ഡിഫറെൻറ്റ് ലിമിറ്റ്സ്. ദാറ്റ് മീൻസ് 1 നെവർ ഈക്വൽ ടു 4. 1 ഒരിക്കലും 4നോട് ഈക്വൽ ആവില്ല, ഒരു പോയിന്റിലും ആവില്ല. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് 4iy ഈസ് ഡിഫറൻഷ്യബിൾ, ഈസ് not any point, is not differentiable for every point, that is it is nowhere differentiable. Okay, that's the proof.